അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈനൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിൻ്റെ 14 ഫർളുകളും നാം എണ്ണിപ്പറയുകയും അതിലെ ഫാത്തിഹ പോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അഥവാ നിസ്കാരത്തിൽ അബ്ആൽ സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് എന്നിങ്ങനെ 2 സുന്നത്തുകളുണ്ട്. അതിൽ ഹൈആത്ത് സുന്നത്ത് പരിഹരിക്കപ്പെടേണ്ടാത്തതും അബ്ആൽ സുന്നത്ത് പരിഹരിക്കപ്പെടേണ്ടതും ആണ്. അപ്പോൾ ആ അബ്ആൽ സുന്നത്ത് ഏതാണ് എന്ന് നാം മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ അത്തഹിയാത്തു ഓതിക്കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായി 2 സഹവിൻ്റെ സുജൂദ് ചെയ്യുകയും ആ സുജൂദ് ചെയ്യുമ്പോൾ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുകയും ചെയ്യൽ നിർബന്ധമാണ്. അതിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നോ സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു, ഉറക്കവും മറവിയും ഇല്ലാത്ത അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നർത്ഥം വരുന്ന ദിക്റോ ചെല്ലേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നിർവഹിക്കണമെങ്കിൽ ആ അബ്ആൽ സുന്നത്ത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് അബ്ആൽ സുന്നത്ത് ഞാൻ എണ്ണുകയാണ്, കൃത്യമായി മനസ്സിലാക്കുക. 1, ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ. അഥവാ രണ്ടാമത്തെ അത്തഹിയാത്ത് ഫർളാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലൽ ഫർളാണ്. ആദ്യത്തെ അത്തഹിയാത്തു അബ്ആൽ സുന്നത്താണ്. അതുപോലെ രണ്ടാമത്തത് അത്തഹിയാത്തിന് സലാത്ത് ചെല്ലുക, അത്തഹിയാത്തിന് സലാത്ത് ചെല്ലൽ അത് അബ്ആൽ സുന്നത്താണ്. അതേപോലെ അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കലും അബ്ആൽ സുന്നത്താണ്. 4ാമത്തെ അബ്ആൽ സുന്നത്ത് സുബ്ഹിയിലും റമളാനിലെ അവസാനത്തെ പകുതിയിലെ വിത്റിലും കുനൂത്ത് ഓതലാണ്. 5 കുനൂത്തിന് വേണ്ടി നിൽക്കലാണ്. 6 കുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലൽ. 7 അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ശേഷവും കുനൂത്തിൻ്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചൊല്ലുക. ഇതാണ് അബ്ആൽ സുന്നത്തുകൾ. ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും നിസ്കാരത്തിൽ മറന്നു പോവുകയോ വിട്ടുപോവുകയോ ചെയ്താൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സഹബിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണ്. ഇനി നാം നിസ്കാരത്തിലേക്ക് നല്ല ഉന്മേഷത്തോടു കൂടെ പ്രവേശിക്കണം. കാരണം ഫഇദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസാല, ഉന്മേഷമില്ലാതെ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് അവർ നിസ്കരിക്കുന്ന സമയത്ത് മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാവലും ഭക്തിയുണ്ടാവലും ഒക്കെ നിസ്കാരത്തിന് അത്യാവശ്യമാണ്. ഭക്തിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞ് 2 പാർട്ട് നമ്മുടെ ചാനലിലുണ്ട്. അത് 2ലും മഹാന്മാരുടെ ഭക്തി വ്യക്തമായി ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുമുണ്ട്. താല്പര്യമുള്ളവർ അത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഭക്തി ഉണ്ടാവാൻ നാം എന്തൊക്കെ ചെയ്യണം? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുർആൻ പറഞ്ഞത് നിസ്കാരത്തിൽ ഭക്തിയുള്ള വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിന് നാം ചെയ്യേണ്ട ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ നാം ഓതുന്ന ഫാത്തിഹ, സൂറത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകൾ, ഇതിൻ്റെയൊക്കെ ആശയം ചിന്തിച്ചുകൊണ്ട് ഓതുക. അർത്ഥം മനസ്സിലാക്കുക, ആശയം ചിന്തിക്കുക, അതനുസരിച്ച് ഓതുക. പഠിക്കാൻ ഇന്ന് എല്ലാവർക്കും കഴിയും. നാം പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അറിവ് നമ്മെ തേടി വരും.
അങ്ങനെ ചിന്തിച്ചോതുകയും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുകയും ചെയ്താൽ തന്നെ ഭക്തി ഉണ്ടാവാൻ ഏറെ ഉപകരിക്കുന്നതാണ്. ഇനി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലോ നാം ദിക്റുകൾ ചൊല്ലാനുണ്ട്, ദുആകൾ ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് ദിക്റിനെ സംബന്ധിച്ച് പറയാം. ഫൈദാ ഖളൈതുമുസ്സലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. അങ്ങനെ നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നവരായും ഇരിക്കുന്നവരായും കിടക്കുന്നവരായും അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പം നിസ്കാരത്തിൻ്റെ ശേഷം സലാം വീട്ടിയ ഉടനെ മഗ്രിബ് നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും ഒഴികെ, മഗ്രിബ് നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യവും ചൊല്ലിയതിന് ശേഷമാണ് ദിക്റിലേക്ക് കടക്കേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബ اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام. ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലകൊള്ളുന്നവനുമായ അള്ളാഹു, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. വ അതൂബു ഇലൈഹി വ അസ്അലുഹു തൗബ, ഞാൻ അവനിലേക്ക് തൗബ ചെയ്യുകയും തൗബയെ ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ ലഭിക്കുക. വഇലൈക യർജിഉസ്സലാം, രക്ഷയുടെ മടക്കം നിന്നിലേക്കാണ്. ഹയ്യന റബ്ബന ബിസ്സലാം, ഞങ്ങളെ നീ രക്ഷയോടുകൂടി ജീവിപ്പിക്കണേ അല്ലാഹ്. വഅദ്ഖിൽനാ ദാറസ്സലാം, ഞങ്ങളെ നീ രക്ഷയുടെ വീട്ടിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ അല്ലാഹ്. തബാറക്ത റബ്ബനാ വതആലൈത്, നീ അത്യുന്നതനും അപാര നന്മക്ക് ഉടമയുമാകുന്നു. യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉടമയായ അല്ലാഹുവേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ നന്നായി ആരാധിക്കാനും നീ എന്നെ സഹായിക്കുകയും നിന്നെ അനുസരിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും എനിക്ക് നീ ഭാഗ്യം നൽകുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്ത ശേഷം പിന്നെ ആയത്തുൽ കുർസി ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. റഹ്മാനി, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവനിക്കും വഴിപ്പെടാത്തവനിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. റഹീം, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവനിക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്ന അള്ളാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലകൊള്ളുന്നവനുമായ അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവനെ ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവൻ്റേത് മാത്രമാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അവൻ അറിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യവും വന്നു കഴിഞ്ഞതുമൊക്കെ അല്ലാഹുവിനറിയാം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും അവർക്കറിയുകയില്ല. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അവൻ്റെ സിംഹാസനം ആകാശഭൂമികൾക്ക് വിശാലമാകുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം, ആകാശഭൂമികളുടെ സംരക്ഷണം അവനിക്ക് ബുദ്ധിമുട്ടാവുകയില്ല. അവനാണ് ഉത്തമനും മഹത്വമുള്ളവനും. ഇതാണ് ആയത്തുൽ കുർസിയുടെ അർത്ഥം.
അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 1 അങ്ങനെ 100 പൂർത്തിയാക്കിയിട്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയത് തടയുന്നവനോ നീ തടഞ്ഞത് നൽകുന്നവനോ ഇല്ല. ധനമുള്ളവർക്ക് നിന്റെ ശിക്ഷയിൽ നിന്ന് ധനം ഉപകരിക്കുകയും ഇല്ല എന്നർത്ഥം വരുന്ന ഈ ദിക്ർ ചൊല്ലിയിട്ട് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യുക. ആ ദുആ ഇൻഷാ അല്ലാഹ് അർത്ഥസഹിതം നാളെ പൊതുവായുള്ള ഒരു ദുആ പറയുന്നതാണ്. അതിനുശേഷം ഓരോ നിസ്കാരങ്ങൾക്കും ശേഷം പ്രത്യേകമായുള്ള ദുആകൾ ഇൻഷാ അല്ലാഹ് അർത്ഥസഹിതം ഓരോ ദിവസങ്ങളിലായി പറയുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.